അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വൽ ഫായിസീന ബിദിനില്ലാഹ് അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സഹോദരന്മാരെ, സഹോദരികളെ, യാത്രാ സന്ദർഭങ്ങളിൽ നമ്മൾ നിർവഹിക്കേണ്ടുന്ന പ്രാർത്ഥനകളെ സംബന്ധിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. വാഹനത്തിൽ കയറുന്ന സന്ദർഭത്തിലുള്ള ദുആകളെ സംബന്ധിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കി. വാഹനം പുറപ്പെടുമ്പോൾ, അതായത് യാത്ര ആരംഭിക്കുമ്പോൾ, നമ്മൾ വാഹനത്തിൽ കയറിയിരുന്ന ശേഷം ഇപ്രകാരം പറയുക: അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അതിനുശേഷം നമ്മൾ നേരത്തെ ആ പറഞ്ഞ പ്രാർത്ഥന, സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അത് മതിയായതാണ്. വ്യത്യസ്തങ്ങളായ റിപ്പോർട്ടുകളിൽ പല രൂപത്തിൽ വന്നതുകൊണ്ട് അത് എങ്ങനെ സൂചിപ്പിക്കുന്നു എന്ന് മാത്രം. അത് പറഞ്ഞ ശേഷം അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഫീ സഫരിനാ ഹാദാ അൽ ബിർറ വത്തഖ്വ. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ യാത്രയിൽ നിന്നോട് ഞങ്ങൾ പുണ്യവും തഖ്വയും ചോദിക്കുന്നു. അപ്പോൾ യാത്രയാണെങ്കിലും ശരി, നന്മകൾ ചെയ്യാനുള്ള വേദി, അവസരങ്ങൾ ലഭിക്കണം, നല്ല യാത്രയാകണം. അതോടൊപ്പം യാത്രയിൽ പല കാഴ്ചകളും പല രംഗങ്ങളും പല സാഹചര്യങ്ങളും വരാം. അവിടെയെല്ലാം ഞങ്ങൾക്ക് തഖ്വയോടുകൂടി ഈമാനിനെ കാത്തു സൂക്ഷിക്കുവാൻ സാധിക്കണം. അതുകൊണ്ട് യാത്രയിൽ ആവശ്യമായ രണ്ട് പ്രധാന ഘടകങ്ങൾ, ഒന്ന് നന്മയും മറ്റൊന്ന് തഖ്വയും, അത് ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നു. ഓ മിനൽ അമലി മാ തർലാ, നീ തൃപ്തിപ്പെടുന്ന പ്രവർത്തനങ്ങളും അള്ളാഹുവെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. യാത്രാവേളയിലാണെങ്കിലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അള്ളാഹു ഇഷ്ടപ്പെടുന്നതായിരിക്കണം. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ഒരു യാത്രക്കാരൻ്റെ പ്രാർത്ഥന അള്ളാഹു താല സ്വീകരിക്കുമെന്നുള്ളത്. അതുകൊണ്ട് ഇതിപ്പോൾ യാത്രയിൽ ഒരു പ്രത്യേകം സുന്നത്തായ ദുആകളാണ്. അതിനു പുറമെ നമ്മൾ സാധാരണ നിർവഹിക്കുന്നത് പോലെയുള്ള പ്രാർത്ഥനകൾ ദീർഘമായ യാത്രാവേളകൾ നമ്മൾ നിർവഹിക്കുകയാണെങ്കിൽ അത് അള്ളാഹു താല സ്വീകരിക്കും. യാത്രക്കാരൻ്റെ പ്രാർത്ഥനയ്ക്ക് പ്രത്യേകമായ ഉത്തരമുണ്ട്. അപ്പോൾ അത് ചെയ്യുക, ആ പ്രാർത്ഥന നിർവഹിക്കുക എന്നുള്ളത് അള്ളാഹ് തൃപ്തിപ്പെടുന്നൊരു കാര്യമാണ്. അതേപോലെ തന്നെ നമ്മുടെ കൂടെയുള്ള ഒരാൾ ഒരു ദഅവത്ത് നടത്തുക, അതല്ലെങ്കിൽ തിന്മകൾ കാണുമ്പോൾ അതിനെതിരെ പ്രതികരിക്കുക, ഉപദേശിക്കുക, നന്മ കൽപ്പിക്കുക തുടങ്ങി ഒരുപാട് നന്മകൾ നമുക്ക് യാത്രാവേളയിൽ ചെയ്യാൻ സാധിക്കും. അതേപോലെ ദുർബലരായ ആളുകളെ നമ്മൾ സഹായിക്കുക. ഒരു വ്യക്തി തൻ്റെ ഭാരം വഹിച്ചു കൊണ്ടുവരുമ്പോൾ ആ വ്യക്തിയുടെ ഭാരം നമ്മൾ ഏറ്റെടുക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ മറ്റുള്ള ആളുകളെ സഹായിച്ചുകൊണ്ട്, ഇഹ്സാൻ വ്യക്തികളിലേക്ക് ചെയ്തു കൊടുത്തുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ പ്രവർത്തിക്കുകയാണ് എങ്കിൽ അതെല്ലാം അള്ളാഹ് ഇഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങളാണ്. അപ്പോൾ ഈ നിലയ്ക്ക് അള്ളാഹു താല തൃപ്തിപ്പെടുന്ന പ്രവർത്തനങ്ങളും ചോദിക്കുന്നു. അല്ലാഹുമ്മ ഹവ്വിൻ അലൈനാ സഫറനാ ഹാദാ, അള്ളാഹുവെ ഞങ്ങൾക്ക് ഈ യാത്ര നീ എളുപ്പമാക്കി തരണമേ, അതായത് നിസ്സാരമാക്കി തരണമേ എന്നാണ്. കാരണം യാത്ര ഒരു ദുരിതമാണ്. ഭക്ഷണം, അതേപോലെ തന്നെ വെള്ളം, മലമൂത്ര വിസർജന ആവശ്യങ്ങൾ, ഈ വിഷയങ്ങളിലെല്ലാം പലപ്പോഴും യാത്രകളിൽ ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് യാത്ര അവസാനിക്കണം. അതാണ് ഹവ്വിൻ അലൈനാ സഫറനാ ഹാദാ, ഈ യാത്ര ഞങ്ങൾക്ക് നിസ്സാരമാക്കി തരണമേ, ലളിതമാക്കി തരണമേ. വതുബി അന്നാ ബുഅദഹു, അതിൻ്റെ ദൂരം ഞങ്ങൾക്ക് നീ മടക്കുക എന്ന് പറഞ്ഞാൽ ചുരുട്ടിത്തരണമേ എന്നാ, ചുരുക്കിത്തരണമേ. അപ്പോൾ നീണ്ടു കിടക്കുന്ന ഒന്നിനെ ചുരുട്ടി പിടിക്കുക, വലിയ ഒന്നിനെ ചുരുക്കുക, ദീർഘമായ സമയവും ദീർഘമായ സ്ഥലവും ഉള്ള സ്ഥലങ്ങളെ നീ ചുരുക്കിയതാക്കി തരണമേ എന്നുള്ള ദീർഘമായ യാത്രയാണെങ്കിലും അത് അള്ളാഹുവെ ഞങ്ങൾക്ക് ചുരുങ്ങിയ യാത്ര ചെയ്യുന്നത് പോലെ സുഖകരമാക്കി തരണമേ. വതുബി അന്നാ ബുഅദഹു, അതിൻ്റെ ദൂരം ഞങ്ങൾക്ക് നീ ചുരുക്കി തരണമേ. അല്ലാഹുമ്മ അൻത സ്വാഹിബു ഫി സഫർ, അള്ളാഹുവെ നീയാണ് യാത്രയിൽ ഞങ്ങളുടെ കൂടെയുള്ളവൻ. വൽ ഖലീഫത്തു ഫിൽ അഹ്ൽ, ഞങ്ങൾ കുടുംബത്തിൽ നിന്ന് പോകുന്നവരാണ്. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ ഏൽപ്പിച്ചത് നിന്നിലാണ്. ഞങ്ങളുടെ ഭാര്യയും ഞങ്ങളുടെ മാതാപിതാക്കളും ഞങ്ങളുടെ മക്കളും ഞങ്ങളുടെ വീടും കുടുംബം എല്ലാം അവിടെ ഉള്ളവൻ നീയാണ്. നിന്റെ സംരക്ഷണത്തിലാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ വഅസാഇസ് സഫർ, അള്ളാഹുവെ യാത്രയുടെ പ്രയാസങ്ങളിൽ നിന്ന്, യാത്രയുടെ ദുരിതങ്ങളിൽ നിന്ന്, യാത്രയുടെ ക്ഷീണങ്ങളിൽ നിന്ന് നിന്നോട് ഞാൻ ശരണം തേടുന്നു. ഒരു യാത്രയിൽ ഉണ്ടായേക്കാവുന്ന പ്രയാസങ്ങൾ എന്തെല്ലാം ഉണ്ടോ അതിൽ നിന്നെല്ലാം നിന്നോട് ഞാൻ ശരണം തേടുന്നു. വകആബത്തിൽ മൻലർ, കാഴ്ചകളിലെ ദുരിതങ്ങളെയും എന്ന് പറഞ്ഞാൽ പ്രയാസമുള്ള, മോശമായ, ചീത്തയായ കാഴ്ചകൾ, അത്തരം കാഴ്ചകളിൽ നിന്നും റബ്ബേ നിന്നോട് ഞങ്ങൾ ശരണം തേടുന്നു. വസൂഇൽ മുൻഖലബി ഫിൽ മാലി വൽ അഹ്ൽ, സമ്പത്തിലും അതേപോലെ തന്നെ കുടുംബത്തിലും ചീത്തതായ മടക്കത്തിൽ നിന്നും ഞങ്ങൾ നിന്നോട് ശരണം തേടുന്നു. ഞങ്ങളുടെ യാത്ര കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ഞങ്ങളുടെ സമ്പത്തിലോ കുടുംബത്തിലോ ഒരു മോശമായ അവസ്ഥ ഉണ്ടാകരുത്. അതാണ് സൂഉൽ മുൻഖലബ്, ചീത്ത മടക്കം. കുടുംബത്തിലേക്ക് ഞങ്ങൾ മടങ്ങുന്നത് സന്തോഷത്തോടു കൂടിയായിരിക്കണം. കുടുംബത്തിലേക്ക് ഞങ്ങൾ മടങ്ങുന്നത് ആനന്ദത്തോടു കൂടിയായിരിക്കണം.
അതൊരു പ്രയാസമുള്ള അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടുള്ള അതല്ലെങ്കിൽ കയ്പുള്ള അവസ്ഥയിൽ ഒരു മടക്കമാകരുത്. അപ്പോൾ എന്തെല്ലാം പ്രയാസങ്ങൾ കുടുംബത്തിലും സമ്പത്തിലും വരാനുണ്ടോ അതിൽ നിന്നെല്ലാം ഞങ്ങൾക്ക് മോചനം നൽകണം, അള്ളാഹുവെ ഞങ്ങൾ നിന്നോട് കാവലിന് ചോദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ഉള്ളൊരു പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥനയുടെ അവസാനത്തിൽ വരുന്നത്. അപ്പോൾ ഏതായാലും വാഹനത്തിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ വാഹനം പുറപ്പെടുമ്പോൾ ഈ പ്രാർത്ഥനയും നമ്മൾ നിർവഹിക്കേണ്ടതാണ്. ഇനി യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ആഇബൂന താഇബൂന ആബിദൂന ലി റബ്ബിന ഹാമിദൂൻ, ഞങ്ങൾ മടങ്ങുന്നവരാണ്. താഇബൂന തൗബ ചെയ്യുന്നവരായിക്കൊണ്ട് ചെയ്യുന്നവരാണ്. ആബിദൂന ഞങ്ങളുടെ റബ്ബിനെ ആരാധിക്കുന്നവരാണ്. ലി റബ്ബിന ഹാമിദൂൻ ഞങ്ങളുടെ റബ്ബിനെ സ്തുതിക്കുന്നവരാണ്. അപ്പോൾ തൗബയുടെയും ഇബാദത്തിൻ്റെയും ഹംദിൻ്റെയും മനസ്സോടു കൂടിയായിരിക്കണം ഒരു വ്യക്തി തൻ്റെ യാത്ര കഴിഞ്ഞ് തിരിച്ചു പോരുന്നതും. അപ്പോൾ ഈ യാത്ര മടങ്ങി വരുമ്പോഴും അവൻ നേരത്തെ പറഞ്ഞതുപോലെ വാഹനത്തിൽ കയറിയിരിക്കുമ്പോൾ സുബ്ഹാനല്ലദീ സഖറലനാ എന്നുള്ള ആ ദുആകളും ദിക്റുകളൊക്കെ ചൊല്ലി അതിൻ്റെ അവസാനത്തിലാണ് ആഇബൂന താഇബൂന ആബിദൂന ലി റബ്ബിന ഹാമിദൂൻ എന്നുള്ള ആ വാക്ക്, ആ പ്രാർത്ഥന അവൻ നിർവഹിക്കേണ്ടത്. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.